പണ്ഡിതന്മാർ അതിന് കൊടുത്ത വ്യാഖ്യാനം അഖ്ലസൂ ലഹു തൗഹീദ് എന്നാണ്. അവർ തൗഹീദ് അംഗീകരിച്ചു. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ തങ്ങൾക്ക് കടലിൽ പ്രയാസമുണ്ടായാൽ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോ ആ ഖുർആനിന്റെ ആളുകളാണ് എന്ന് വിശ്വസിക്കുന്ന ഈ സമുദായത്തോട് പുരോഹിതന്മാർ പറയുന്നു, നിങ്ങൾ ആ മുശ്രിക്കുകളുടെ അപ്പുറം പോവുക. അവർ അള്ളാഹിനെയാണ് വിളിച്ചതെങ്കിൽ നിങ്ങൾ അള്ളാഹിനെയല്ല വിളിക്കേണ്ടത്, നിങ്ങൾ CM മടവൂരിനെയാണ് വിളിക്കേണ്ടത്. ഈ സമൂഹത്തോട് തൗഹീദ് പറയാൻ പ്രിയപ്പെട്ടവരെ നമുക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുക? വേറെ ആർക്കാണ് ധൈര്യത്തോടുകൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ തൗഹീദ് പറയാൻ കഴിയുക? മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വേറിട്ട് പോയ ആളുകളുണ്ട്. കഴിയുമോ അവർക്കാർക്കെങ്കിലും? നമ്മൾ കണ്ടതാണല്ലോ, എറണാകുളം ജില്ലയിൽ ഒരു വാദപ്രതിവാദത്തിന് വ്യവസ്ഥ എഴുതുന്ന സന്ദർഭത്തിൽ സുന്നി മുസ്ലിയാക്കന്മാർ എഴുന്നേറ്റ് നിന്ന് മുഖത്തേക്ക് വിരൽ ചൂണ്ടി അവരിൽ ചില ആളുകളോട് ചോദിച്ചു. ഒരാൾ പുഴയിൽ വീണ് ഒഴുകിപ്പോകുമ്പോ അവിടെ ഒരു ജിന്നുണ്ട് എന്ന് വിചാരിച്ച് ആ ജിന്നിനോട് എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് ശിർക്കാണ് എന്ന് പറയാൻ ധൈര്യമുള്ള ഒരൊറ്റ മൗലവിമാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടി പറയാൻ ഒരാൾക്കും കഴിഞ്ഞില്ല എന്നത് എത്രമാത്രം വേദനയോടുകൂടിയാണ് മുജാഹിദുകളായ നമ്മൾ കണ്ടു നിന്നത്. പറയാൻ കഴിഞ്ഞില്ല. എന്തേ കാര്യം? അത് ശിർക്കല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണവർ. അങ്ങനെ ജീവനുള്ള ജിന്നുകളോട്, ഹാജറുള്ള ജിന്നുകളോട് അതിന്റെ കഴിവിൽപ്പെട്ടത് തേടുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുകയും അത് ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഈ ആളുകൾ എത്തിച്ചേർന്നു. നമ്മൾ കണ്ടല്ലോ, ഏറ്റവും അവസാനം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ ഔദ്യോഗിക ലെറ്റർ ഹെഡിൽ PN അബ്ദുൽ ലത്തീഫ് മദനി അടിയിൽ ഒപ്പിട്ടുകൊണ്ട് ഈ തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ ചില ആളുകളൊക്കെ ഇങ്ങനെ സംശയിക്കും, അത് അന്ന് സക്കരിയ സലാഹി പറഞ്ഞതല്ലേ, പിന്നതാരും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നതവരെ പഠിപ്പിക്കുന്നില്ലല്ലോ, ആരോടും പറയുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മിൽപ്പെട്ട പല ആളുകളും തെറ്റിദ്ധരിച്ചത്. ഒരിക്കലുമല്ല. ഇപ്പോഴും അവരുടെ കുട്ടികളെ അവർ പഠിപ്പിക്കുന്നത് അതാണ്. ഇപ്പോഴും അവരുടെ നിലപാടായി അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ സമൂഹത്തിന് അവർ എഴുതി കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇതേ കാര്യമാണ്. നമ്മളോട് ചില ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങളും ഈ ആളുകളും ഐക്യപ്പെടുന്നതിനുള്ള തടസ്സം? എന്തുകൊണ്ട് നിങ്ങൾക്ക് ഐക്യപ്പെട്ടുകൂടാ എന്ന് ചോദിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഐക്യത്തിന് തടസ്സമൊന്നുമില്ല, പക്ഷേ ഈ ഒരു വിശ്വാസമുള്ള ആളുകളാണിവർ, അതാ നമുക്ക് ഐക്യപ്പെടാൻ കഴിയാത്തത്. അത് തിരുത്തി ജമിയത്തുൽ ഉലമയുടെ തീരുമാനത്തിലേക്ക് വന്നാൽ ഐക്യപ്പെടുന്നതിനൊരു പ്രശ്നമില്ല. അപ്പൊ നമ്മളോട് ചോദിച്ചു, അങ്ങനെ അവർക്ക് വിശ്വാസമുണ്ടോ? അങ്ങനെ അവർക്ക് വിശ്വാസമുണ്ടോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറയുന്നില്ല, നിങ്ങൾ ചോദിച്ചു നോക്ക്, ഈ വിഷയത്തിൽ എന്താ നിലപാട്? എഴുതി കൊടുക്കേണ്ടി വന്നു. എന്താ എഴുതി കൊടുത്തത്? ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹിനോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. ഇത് കേട്ടാ നമ്മൾ വിചാരിക്കും അപ്പൊ ജിന്നിനോട് സഹായം തേടിയ ശിർക്കാണ് എന്നാണ് ഇവരുടെ വാദം. അല്ല. എന്നിട്ട് പറയാ, എന്നാൽ ജിന്നുകളോടുള്ള സഹായാർത്ഥന അത് അങ്ങനെ ഒറ്റയടിക്ക് പറയാനൊന്നും കഴിയൂല. പിന്നെയോ അതൊന്ന് വിശദീകരിച്ച് പറയേണ്ടതാണ്. എന്താ വിശദീകരണം? ഒന്ന്, അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം തേടുക. ഇത് വലിയ ശിർക്കാണ്. സമുദായത്തിൽ നിന്ന്, ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് പുറത്തു പോകുന്ന ശിർക്കാണ്. എന്ത്? അള്ളാഹ്ക്ക് മാത്രം കഴിയുന്ന കാര്യം, സ്വർഗം തരിക, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, രോഗം മാറ്റുക, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആരോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ? അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ. അത് ജിന്നിനോട് ചോദിച്ചാലോ അത് ശിർക്കാണ്, വലിയ ശിർക്ക് തന്നെയാണ്. അമ്മന്നോസാനി എന്നാ രണ്ടാമത്തെ ഇനമോ ഫഹുവ അൽ-ഇസ്തിആനതു ബിൽ ജിന്നി അൽ ഹയ്യി അൽ ഹാലിരി അൽ ഖാദിരി ഫീമാ യഖ്ദിറു അലൈഹിൽ മഖ്ലൂഖ്. സൃഷ്ടികൾക്ക് കഴിയുന്ന കാര്യങ്ങളിൽ ഹാജറുള്ള,
കഴിവുള്ള ഹയ്യായ ജീവിച്ചിരിക്കുന്ന ജിന്നിനോട് സഹായം തേടിയാൽ ഫഹാദാ ഹറാമുൻ വലാ യജൂസ്, ഇത് ഹറാമേ ആവുള്ളൂ, അത് അനുവദനീയമല്ല, അത് ശിർക്കാണ് എന്ന് പറയാൻ പാടില്ല. അതാ നേരത്തെ പറഞ്ഞത്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടയുന്നവൻ എനിക്ക് വെളിച്ചം തരണേ ജിന്നേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. പുഴയിൽ ഒഴുകിപ്പോകുന്നവൻ എന്നെ രക്ഷിക്കണേ ജിന്നേ എന്ന് പറഞ്ഞാൽ ശിർക്കല്ല. സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചവർക്ക് ഓർമ്മയില്ലേ? ഇന്ന് നമുക്ക് നമ്മുടെ ദുഃഖവാർത്തയായി നമ്മളുടെ പ്രത്യേകിച്ച് നിലമ്പൂരും പരിസര പ്രദേശത്തൊക്കെ ഉള്ള ആളുകളെ ആവേശം കൊള്ളിക്കുന്ന പല വാർത്തകളുമുണ്ട്. ആ കൂട്ടത്തിൽ നമ്മെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത വന്നല്ലോ. അർജുന്റെ മൃതദേഹം കർണാടകയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. അർജുന്റെ മൃതദേഹം കിട്ടിയിരിക്കുന്നു, അത് പുറപ്പെട്ടിരിക്കുന്നു, നാളെ രാവിലെ കോഴിക്കോടെത്തും എന്നൊരു വാർത്ത നമ്മൾ കേട്ടു. ഈ സംഭവം ഉണ്ടായപ്പോ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന ജിന്നുവാദം തലക്ക് പിടിച്ച ചില ആളുകൾ സുന്നികളെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു, ഇങ്ങനെ ലോകം മുഴുവൻ കാണുന്ന കുറെ ഔലിയാക്കന്മാര് നിങ്ങൾക്കുണ്ടല്ലോ, ഏതെങ്കിലും ഔലിയാക്കളോട് പറഞ്ഞിട്ട് ഈ അർജുനെ ഒന്ന് തപ്പിയെടുത്തുകൂടെ എന്ന് ചോദിച്ചു. ഉടൻ വന്നു കുബൂരികളുടെ മറുപടി. എന്താ മറുപടി? അല്ല ജിന്നുവാദികളെ, നിങ്ങൾക്ക് ജിന്നിനോട് സഹായം തേടല് ഹറാമല്ലേ? അത് ശിർക്കാവൂലല്ലോ. ഹറാമ് മാത്രമല്ലേ ആവുള്ളൂ, അനുവദനീയമല്ല എന്നല്ലേ നിങ്ങൾ പറയുന്നുള്ളൂ. ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഹറാമ് ചെയ്തൂടെ? അങ്ങനെയാണല്ലോ സാധാരണ പറയാറുള്ള മസാല. എന്ത്? ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ പന്നിയിറച്ചി തിന്നാൽ അത് ഹലാലാണ്, അയാൾക്കത് തിന്നാം. ഒരാൾ മരിക്കാൻ കിടക്കുന്നു, ഒരു തുള്ളി വെള്ളം അയാളുടെ തൊണ്ടയിലെത്തണം, അയാളെ ജീവൻ രക്ഷിക്കാൻ അത് സഹായിക്കും. ഒന്നുമില്ല, മദ്യം മാത്രമേ ഉള്ളൂ അടുത്ത്, എന്നാൽ ആ മദ്യം കുടിപ്പിച്ചിട്ടെങ്കിലും അയാളുടെ ജീവൻ രക്ഷിക്കണമെന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് വിസ്ഡത്തിന്റെ ടീം ഒന്ന് ഈ ഷിറൂറിൽ പോയിട്ട് അവിടുന്ന് പറയോ, ഹയ്യായ ഹാളിറായ ഖാദിറായ ജിന്നുകളെ, ഒന്ന് ഈ ചങ്ങാതിയുടെ ഈ സഹോദരന്റെ മൃതദേഹം ഒന്ന് തപ്പിയെടുക്കണേ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവൻ ജീവനോടുണ്ടെങ്കിൽ അവനൊന്ന് രക്ഷിക്കണേ എന്ന് നിങ്ങൾക്ക് പറഞ്ഞൂടെ? ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു ഹറാമ് ചെയ്തൂടെ എന്ന് ചോദിച്ചപ്പോ മിണ്ടാതെ തിരിഞ്ഞു നടക്കേണ്ടി വന്നു ഈ ആളുകൾക്ക്. ഹയ്യും ഹാദിറും ഖാദിറും കൊണ്ടുണ്ടായതാ അത്. അതാ ഞാൻ പറഞ്ഞത്, ധൈര്യത്തോടെ നട്ടൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിന് മുന്നിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, തൗഹീദ് പറയാൻ കഴിയുന്നത് നമുക്ക് മാത്രമാണ്. കാരണം നമ്മൾ അതിൽ വെള്ളം ചേർത്തിട്ടില്ല. എന്താണോ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂലും പഠിപ്പിച്ചത്, ഹയ്യായ ഹാദിറായ ഖാദിറായ ജിന്നിനോട് തേടിയാൽ ശിർക്കല്ല എന്നല്ല. വഅന്നഹു കാന റിജാലുൻ മിനൽ ഇൻസി യഊദൂന ബിരിജാലിൻ മിനൽ ജിന്നി ഫസാദൂഹും റഹഖാ. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോ മക്കയിലുള്ള ആളുകൾ തേടാൻ, ഒരു മരുഭൂമിയിലെത്തിയാൽ അവിടുത്തെ ജിന്നിന്റെ നേതാവിനോട് പറയാൻ, ഞങ്ങളുടെ കന്നുകാലികളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ ഈ ജിന്നുകൾ ഉപദ്രവിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് ഈ ആളുകൾ പറയുമ്പോ ഫസാദൂഹും റഹഖാ, ആ ജിന്നുകൾക്ക് അഹങ്കാരം വർദ്ധിക്കുന്നു. ജിന്ന് ഹയ്യാണോ? പി എന്നിന്റെ കത്തിൽ പറഞ്ഞ 3 വിശേഷണങ്ങളുണ്ടല്ലോ, 4 കാര്യങ്ങൾ, ജിന്നിന്റെ 3 വിശേഷണങ്ങൾ. എന്താ പറഞ്ഞത്? ജിന്ന് ഹയ്യാണെങ്കിൽ ശിർക്കല്ല. ഈ ജിന്ന് ഹയ്യാണോ? അല്ല മരിച്ചതാണോ? മരിച്ച ജിന്നിനോടാണോ തേടിയത്? അല്ല. അല്ലാഹ് പറയുന്നു ഫസാദൂഹും റഹഖാ, ജീവിച്ചിരിക്കുന്ന ജിന്നാണ്, അതുകൊണ്ടാ അഹങ്കാരം വർദ്ധിച്ചത്. അപ്പൊ ജീവിച്ചിരിക്കുന്ന ജിന്നാണ്. ഇനി ഹാദിറായ ജിന്നാണോ? ഹാദിറായ ജിന്നാണ്. ആരാ പറഞ്ഞത്? അല്ലാഹ് പറയുന്നു ഫസാദൂഹും റഹഖാ. എന്താ? അവര് കേട്ടതല്ലേ? അവര് കേട്ടത് കൊണ്ട് അഹങ്കാരം വർദ്ധിച്ചത്. അല്ലാഹു പറയുന്നു അവരവിടെ ഹാജറുള്ള ജിന്നായിരുന്നു. ഇനി ഖാദിറാണോ? ഈ ജിന്നുകൾക്ക് കഴിവുകളുണ്ടല്ലോ, കഴിവുകളുള്ള ജിന്നാണ്. ഇനി ഇപ്പറഞ്ഞ കാര്യത്തിൽ കഴിവുണ്ടോ? തീർച്ചയായും ഉണ്ട്. കാരണം എന്താ അവരോട് പറഞ്ഞത്? നിങ്ങൾ അനുയായികളോട്, നേതാവിനോട് പറയാ, നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ അടക്കി നിർത്തണം, അവരോട് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയണം.
അത് പറയാനുള്ള കഴിവ് അവർക്കുണ്ട്. PN കത്തിൽ PN പറഞ്ഞ എല്ലാ വിശേഷണങ്ങളുമുള്ള സഹായതേട്ടമാണ് ഇവിടെ നടത്തിയത്. ആ സഹായതേട്ടത്തെ കുറിച്ചാണ് ശിർക്ക് എന്ന് ഇസ്ലാം പഠിപ്പിച്ചത്. അത് പറയാൻ PN കഴിയുന്നില്ല. അവിടെ പോന്നാൽ ഏറ്റവും അവസാനം ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയോട് ഒരു ചോദ്യം. എന്താ ചോദിച്ചത്? ഞങ്ങളുടെ നാട്ടിലൊരു സമ്പ്രദായമുണ്ട്. എന്താ? രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആളുകൾ പറയും, ഈ വീട്ടിലുള്ള നല്ല മുസ്ലിമായ ജിന്നുകളെ, മലക്കുകളെ ഞങ്ങളെ സുബഹിക്ക് എഴുന്നേൽപ്പിക്കണമേ. ആരോടാ പറയുന്നത്? വീട്ടിലുള്ള ജിന്നിനോടാണ്. യാ ജിന്നൽ ബൈത്ത്, വീട്ടിൽ ഹാജറുള്ള ജിന്നിനോടാണ്, ഹാലിറായ ജിന്നിനോടാണ്, ഖാദിറായ ജിന്നിനോടാണ് പറയുന്നത്. എന്താ പറയുന്നത്? കഴിയുന്ന കാര്യമാ പറയുന്നത്. ഞങ്ങളെ ഒന്ന് സുബഹിക്ക് തട്ടി എഴുന്നേൽപ്പിക്കണേ. മലക്കിനോടാ പറയുന്നത്, ഹയ്യായ മലക്കിനോടാ പറയുന്നത്, ഹാലിറായ മലക്കിനോടാ പറയുന്നത്, ഖാദിറായ കാര്യമാ പറയുന്നത്. അല്ലേ? ഒരു മലക്കിന് അള്ളാഹ് അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കഴിയും. ഒരു സംശയം ഉണ്ടാർക്കെങ്കിലും അള്ളാഹ് അങ്ങനെ ഒരു പണിയെടുക്കാൻ മലക്കിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ മലക്കിന് കഴിയും എന്നതിൽ സംശയമുണ്ടോ? ഇങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നു. എന്താണ് ശൈഖേ ഇതിനെക്കുറിച്ച് അഭിപ്രായം? ഒറ്റ വാക്കിൽ തുടങ്ങുന്ന മറുപടി, ഈ സഹായാർത്ഥന ശിർക്കാകുന്നു എന്നാണ്. PN പറഞ്ഞ വിശേഷണം പറഞ്ഞില്ല. അത് ശിർക്കല്ല, ശിർക്കാന്ന് പറയാൻ പറ്റൂല, ഹറാമേ ആകുള്ളൂ. കാരണം ആ ജിന്ന് ഹയ്യല്ലേ, ആ ജിന്ന് ഹാലിറല്ലേ, ആ ജിന്ന് ഖാദിറല്ലേ, ആ ജിന്നിന് കഴിയുന്നതല്ലേ തേടിയത് എന്ന് പറഞ്ഞില്ല. വിശുദ്ധ ഖുർആനിന്റെ പിൻബലമില്ല, അള്ളാന്റെ റസൂലിന്റെ പിൻബലമില്ല, സലഫു സാലിഹുകളുടെ പിൻബലമില്ല. ഈ പിൻബലമൊന്നുമില്ലാത്ത വാദവുമായി രംഗത്ത് വന്നുകൊണ്ടാണ് ഈ ആളുകൾ ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ ഭിന്നതയുണ്ടാക്കിയത്. ഇത് നമ്മൾ തിരിച്ചറിയണം. ഇത് പറയാൻ, ഈ തൗഹീദ് പ്രബോധനം ചെയ്യാൻ, ഇത് പഠിപ്പിക്കാൻ നമ്മളെ ഉള്ളൂ എന്ന ബോധത്തോടെ, ആവേശത്തോടുകൂടി നാം മുന്നോട്ട് പോകണം. അള്ളാഹുവിന്റെ അനുഗ്രഹം